യൂട്യൂബ് ചാനൽ ചലഞ്ചസും സംതൃപ്തിയും. അതാണ് ഇന്നത്തെ വിഷയം. വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഫേസ് ചെയ്തേക്കാം എന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല ഞാനത് തുടങ്ങിക്കഴിഞ്ഞ് ഡീല് ചെയ്തത്. ഞാൻ ഇത്രയും വയസ്സിനോടിടയ്ക്ക് പല ജോലികൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ജോലി ഇതുവരെയും ചെയ്തിട്ടില്ല. എന്നാൽ ഹാപ്പിലി ഐ ക്യാൻ സേ ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായി തെറാപ്പി ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്കൊന്ന് പോകാം. ഞാൻ പറയാം, എല്ലാം പറയാം. ആദ്യമായി ഞാൻ ഇതിലോട്ട് വരാൻ കാരണം എന്നത് തന്നെ പറയാം. ഈ ഐഡിയ ആദ്യം എൻ്റെ മനസ്സിലിട്ടത് ഞങ്ങളുടെ കുടുംബത്തിൽ കെട്ടിവന്ന ഒരു കൊച്ചാണ്. അവളാണ് പറഞ്ഞ, അജാൻറ്റി യൂട്യൂബ് ചാനൽ തുടങ്ങ്, അജാൻറ്റിയുടെ ചാരിറ്റിക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ പറഞ്ഞു, ഓ അതൊന്നും പറ്റത്തില്ലാടി, അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാൽ അതെൻ്റെ മനസ്സിൽ കിടന്നു. എന്നാൽ ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞ് എനിക്ക് കിട്ടിയ സപ്പോർട്ടിനെ കുറിച്ച് ആദ്യം പോസിറ്റീവ് തിങ്സ് തന്നെ പറഞ്ഞു തുടങ്ങാം അല്ലേ. സപ്പോർട്ടിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. എൻ്റെ ഇംഗ്ലീഷിൻ്റെ മിസ്റ്റേക്കും എൻ്റെ വൊക്കാബുലറിയുടെ മിസ്റ്റേക്കും ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ മോളും എൻ്റെ മരുമകനും ആണ് പലപ്പോഴും പറഞ്ഞത്, ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ക്വിറ്റിംഗ് ദിസ്, യു ഹാവ് ടു ഡു ദിസ്. അവർക്കത് മനസ്സിലായി. ഇന്നേക്ക് ഇതിൽ നിന്ന് സന്തോഷം, എൻ്റെ കോൺസെൻട്രേഷൻ അതിലോട്ട് ആണെന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ഗുണമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങി, കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഗോസിപ്പുകളിലോട്ടും നുണകളിലോട്ടും അതുപോലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് എൻ്റെ മനസ്സ് തിരിയാതെ എൻ്റെ ഫോക്കസ് ഈസ് ഓൾവേസ് ഓൺ യൂട്യൂബ്. അത് പ്രൊഡക്റ്റീവായിട്ട് ഗുണകരമായ മെസ്സേജ് കൊടുക്കുന്നതിന് അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതലായി ചിന്തിച്ചത്. എനിക്ക് കിട്ടിയ വേറൊരു ഗുണം എന്നത് എന്നിലെ ഹിഡൻ ടാലൻസ് ഞാൻ തന്നെ മനസ്സിലാക്കി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം തലയിട്ട് വറീഡാകുന്ന ആ സ്വഭാവം അങ്ങ് വിട്ടു. ഇഗ്നോർ ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചു. എൻ്റെ ഫോക്കസ് ഇന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ പോകാൻ പഠിച്ചു. അതുപോലെ തന്നെ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു വ്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കള്ളത്തരം പറയില്ല. ഞാനിവിടെ പറയുന്നത് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കാനും എനിക്ക് മടിയില്ലാതെയായി. വൾഗറായിട്ട് ഡ്രസ്സപ്പ് ചെയ്യുകയോ വൾഗർ വേർഡ് ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യാതെ എൻ്റെ ചാനൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു. അത് ഇതുവരെ സഹായിച്ചു. ഇനി ഞാൻ ഫേസ് ചെയ്ത ചലഞ്ചിനെ കുറിച്ചൊന്ന് പറയാം ഇല്ലേ, അല്ലെങ്കിൽ എനിക്ക് ചുറ്റും ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് പറയാം. കോപ്പിറൈറ്റിനെ കുറിച്ചൊന്നും എനിക്കത്ര ബോധമില്ലാത്തതുകൊണ്ട് ആദ്യകാലത്ത് കിട്ടിയ പല വ്യൂകളും പല വീഡിയോകളും, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീഡിയോകളെല്ലാം എനിക്ക് പബ്ലിഷ് ചെയ്തെങ്കിലും അത് പ്രയോജനപ്പെട്ടില്ല. എന്നിലെ ടെക്നിക്കൽ അറിവില്ലായ്മ കൊണ്ട് പല ഫോട്ടോഗ്രാഫികളും അതിൻ്റെ ഫുൾ എഫക്റ്റിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. പിന്നെ എനിക്കുണ്ടായിരുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ്, നമ്മളെപ്പോഴും നമ്മുടെ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും നിന്നാണല്ലോ. സബ്സ്ക്രൈബേഴ്സ് എല്ലാം പലപ്പോഴും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാമോ എന്ന് പറയുമ്പോൾ നെഗറ്റീവ്, ഓ യൂട്യൂബ് ഒന്നും രക്ഷപ്പെടത്തില്ലെന്നേ, അങ്ങനെയുള്ള നെഗറ്റീവാണ് പറയാറ്.
എന്നോട് എനിക്ക് വേണ്ടപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേണേ ഒരു $100 അങ്ങ് തരാം, ഇതിൽ നിന്നും പിന്മാറാവോ എന്ന് ചോദിച്ചവരുണ്ട്. അതുപോലെ നിനക്ക് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ജോലിക്ക് പോയിക്കൂടെ, എന്തിനാ ഇതിൻ്റെ പുറകെ നിന്ന് സമയം വേസ്റ്റ് ആക്കുന്നതെന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് പിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്. പല പല വീഡിയോയിലും, അതായത് ഞാനും ഹസ്ബൻഡും കൂടെ പല വീഡിയോ എടുക്കാറുണ്ട്. അതിൽ മിക്കവാറും ഞാനായിരിക്കും വില്ലത്തി, അല്ലെങ്കിൽ ഞാനായിരിക്കും എല്ലി ചെയ്യുന്ന ആള്. ആ വീഡിയോ കണ്ടിട്ട് ഇവകൾ എന്നാ ഒരു സാധനം, ഇതുപോലെയൊക്കെ ഇച്ചൂടെയൊക്കെ ഒന്ന് മയമായിട്ട് പെരുമാറിക്കൂടെ എന്ന് പറഞ്ഞ ആൾക്കാർ വരെയുണ്ട് എൻ്റെ കൂട്ടത്തിൽ. അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണെന്ന് ഞാൻ പറയില്ല, കാരണം അവരൊക്കെ ഹൈലി പ്രൊഫഷണൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ്. അവരുടെ ചേതോവികാരം എന്താണെന്ന് എനിക്കറിയില്ല. ക്ഷമ ആട്ടുസൂപ്പിൻ്റെ ഫലം ചെയ്യും എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഞാൻ പറയും, യൂട്യൂബ് നമ്മളെ നല്ല പോലെ ക്ഷമ പഠിപ്പിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് അഭിപ്രായമായി പറയുക. താങ്ക് യു ഫോർ എവരി വൺ. എന്നെ ചലഞ്ച് ചെയ്തവരും എന്നെ ക്രിറ്റിസൈസ് ചെയ്തവരും എന്നെ കളിയാക്കിയവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും സ്നേഹം. നന്ദി.